ക്രൈസ്തവ മിഷണറിമാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടത്തുന്ന മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന മിഷൻ എക്സിബിഷൻ ബുധനാഴ്ച രാവിലെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ എന്ന മിഷൻ എക്സിബിഷൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 5ാം തവണയാണ് ഫിയാത്ത് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ മിഷൻ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 10 ബുധനാഴ്ച ആരംഭിക്കുന്ന എക്സിബിഷൻ 14 ഞായറാഴ്ച സമാപിക്കും. 5ാമത്തെ മിഷൻ കോൺഗ്രസ് ആണ് ഈ തവണ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നത്. 55ഓളം സ്റ്റാളുകൾ നമ്മുടെ ഈ തവണത്തെ മിഷൻ കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള മിഷൻ രൂപതകളിൽ നിന്നുള്ള സ്റ്റാളുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതുകൂടാതെ ആഫ്രിക്കയിൽ നിന്നുള്ള മഡഗാസ്കർ, കെനിയ എന്നിവയിൽ നിന്നുള്ള സ്റ്റാളുകളും ഈ തവണത്തെ നമ്മുടെ മിഷൻ കോൺഗ്രസിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കാലത്ത് 9 മണിക്ക് ദിവ്യബലി ഉണ്ടായിരിക്കും. ദിവ്യബലിക്ക് ശേഷം 10 മണിയോടുകൂടി സ്റ്റാളുകൾ സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. 10 മണി മുതൽ 6 മണി വരെ ഇന്റർവെൽ ഇല്ലാതെ തന്നെ മുടങ്ങാതെ ഈ സന്ദർശകർക്ക് സ്റ്റാളുകൾ സന്ദർശിക്കാവുന്നതാണ്. വരുന്ന സന്ദർശകർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഈ തവണ ഒരുക്കിയിട്ടുണ്ട്. ബസ്സുകളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ, പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ ഒരു ആദ്യത്തെ സ്റ്റാളിലേക്ക് വരുമ്പോൾ മിഷൻ എക്സിബിഷനെ പറ്റിയിട്ടുള്ളതും ഫിയാത്ത് മിഷനെ പറ്റിയിട്ടുള്ള ഒരു 4.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഡോക്യുമെന്ററി ഫിലിമാണ് കാണിക്കുന്നത്. ആ ഡോക്യുമെന്ററി ഫിലിമിൽ കൂടി അവർക്ക് ഇവിടെ നടക്കുന്ന GGM എന്താണ് എന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണ കൊടുക്കുന്നു. അതിനുശേഷം 1 മുതൽ 55 വരെയുള്ള സ്റ്റാളുകളിൽ കൂടി അവർ കടന്നു പോകുന്നു. ഈ തവണത്തെ പ്രത്യേകത, ഓരോ 4 സ്റ്റാൾ കഴിഞ്ഞാലും മിഷൻ പ്രദേശങ്ങളിലെ ബിഷപ്പുമാരെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ആ മിഷൻ പിതാക്കന്മാരുമായിട്ട് മിഷൻ എക്സിബിഷനെ പറ്റിയിട്ട് സംസാരിക്കാനും അവരുടെ മിഷൻ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സ്ഥലമാണ് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഏകദേശം 4 പിതാക്കന്മാർ ഒരേ സമയം അവിടെ ഈ സന്ദർശകർക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അവർ മിഷനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിച്ചു കൊടുക്കുന്നതിനും വേണ്ടി അവിടെ ഉണ്ടായിരിക്കും. വരുന്നവർക്കെല്ലാം ഇവിടെ 12 മണി മുതൽ 2 മണി വരെ ഭക്ഷണം ഉണ്ടായിരിക്കും. അതുപോലെ കാലത്ത് പ്രഭാത ഭക്ഷണവും വൈകിട്ട് ചായയും ഉണ്ടായിരിക്കും. ഇവയെല്ലാം ഫ്രീ കോസ്റ്റിലാണ് ഫിയാത്ത് മിഷൻ ഒരുക്കിയിട്ടുള്ളത്. 55 വിവിധ മിഷണറി സമൂഹങ്ങളുടെ സ്റ്റാളുകളാണ് ഇത്തവണ പ്രദർശനത്തിനുള്ളത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മിഷണറി സമൂഹങ്ങൾക്ക് പുറമെ കെനിയ, മഡഗാസ്കർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മിഷണറിമാരും പങ്കെടുക്കുന്നുണ്ട്. ദിവസവും രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാനയോടെയാണ് ആരംഭിക്കുക. 10 ആരംഭിക്കുന്ന എക്സിബിഷൻ വൈകിട്ട് 6 സമാപിക്കും. എക്സിബിഷനോടനുബന്ധിച്ച് ടെലിഫിലിം പ്രദർശനം, വിവിധ സെമിനാറുകൾ, മ്യൂസിക് ഷോ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. മിഷൻ എക്സിബിഷനോടനുബന്ധിച്ച് കേരളത്തിലെയും വിവിധ മിഷൻ രൂപതകളിലെയും 30ഓളം ബിഷപ്പുമാർ 5 ദിവസങ്ങളിലായി നടക്കുന്ന മിഷൻ എക്സിബിഷനിൽ പങ്കെടുക്കും.